സംഘത്തിന്റെയും നീക്കം എന്താണ്? അവരുടെ ദൗത്യം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ആ ശ്രമത്തോടെ അവസാനിക്കുമോ, അതോ അവർ തുടർ ദിവസങ്ങളിലും അവരുടെ ശ്രമം തുടരാനുള്ള സാധ്യതയാണോ ഉള്ളത്? അക്കാര്യത്തിൽ ഒരു തീരുമാനം എന്തായാലും ആയിട്ടില്ല. അത് അല്പസമയത്തിനകം തന്നെ ഒരു പക്ഷേ കലക്ടർ ഇതിനെക്കുറിച്ച് പറയും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഔദ്യോഗികമായി അങ്ങനെ ഒരു തീരുമാനം എന്തായാലും അവർ തൽക്കാലത്ത് അവർ നിർത്തിവെച്ച് പോവുകയും മടങ്ങുന്നതിനെ കുറിച്ചൊന്നും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും അവരുടെ ശ്രമം തുടരുന്നുണ്ട്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഒരു പക്ഷേ നാളെ കുറച്ചുകൂടെ നീരൊഴുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അവർ ശ്രമം നടത്തും. കാരണം നേവി അത്തരത്തിൽ ഡൈവിംഗ് നടത്തണമെങ്കിൽ എന്തായാലും വെള്ളം ഒരു 3 നോട്ട്സ് എങ്കിലും ആയി കുറയേണ്ടതുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ 6ന്റെ മുകളിലാണ്, 6.8. അപ്പോ അത്തരത്തിൽ വെള്ളം കുറയേണ്ടതുണ്ട്. അതുവരെ നേവിക്ക് ഇതിൽ മുങ്ങി എടുക്കാനോ അല്ലെങ്കിൽ ഇത് മുങ്ങാൻ കഴിയില്ല എന്നുള്ളത് അവർ അറിയിച്ചിട്ടുണ്ട്. വിദഗ്ധന്മാരെല്ലാം തന്നെ അത്തരത്തിലൊരു തീരുമാനമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവരങ്ങനെ പറഞ്ഞിട്ടില്ല, ഈ മാൽപേ സംഘം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈശ്വർ മാൽപേ എന്തായാലും ശ്രമങ്ങൾ തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ ഇനി ഏതെങ്കിലും നിർത്തിവെക്കാൻ തീർച്ചയായും എന്തായാലും അതൊരു പ്രതീക്ഷയാണ്. ഇതുവരെയും 6 തവണ അവരുടെ അറ്റംപ്റ്റുകൾ പരാജയപ്പെട്ടിട്ടും അവർ ആ ശ്രമം തുടരുകയാണ്. ആഴങ്ങളിലേക്ക് അവർ എത്തുന്നുണ്ട്. പക്ഷേ ശക്തമായ അടിയൊഴുക്കുണ്ട്. അവർക്ക് ലാൻഡ് ചെയ്യാനോ കൈകൊണ്ടുള്ള പരിശോധനയാണ് അവർ നടത്താറ്. സാധാരണ ദുരന്ത മുഖങ്ങളിൽ അവർ അങ്ങനെയാണ് അവർ തേടുന്ന വസ്തുക്കൾ കണ്ടെത്താറ്. ഇവിടെ അർജുന്റെ ലോറിയാണ് തേടുന്നത്. അതിന്റെ ക്യാബിൻ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ക്യാബിൻ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ അർജുൻ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക രണ്ടാമത്തെ ഘട്ടം. പക്ഷേ അവർക്ക് അതിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. ശക്തമായ കുത്തൊഴുക്കുണ്ട്. ചെളിയിൽ പൂർന്ന് ഇരിക്കുകയാണ് ഈ വാഹനം എന്നതാണ് കരുതുന്നത്. സീറോ വിഷനാണ്. അവിടെ തെരച്ചിൽ അസാധ്യമാകുന്നത് ഈ പ്രതികൂല ഘടകങ്ങൾ തന്നെയാണ്. വിനേഷ്, ഈ ഒരുപാട് ദുരന്തമുഖങ്ങളിൽ അവർ പോയിട്ടുണ്ട്, ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതും സാധ്യമാകാത്ത ഇടങ്ങളിൽ ഏതാണ്ട് 200ഓളം മൃതദേഹങ്ങൾ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതൊക്കെയാണ് അവരുടെ പരിചയം. സന്നദ്ധ പ്രവർത്തനം എന്ന നിലയിൽ ഏറ്റെടുത്ത് ഈ ദുരന്തമുഖങ്ങളിൽ നിരന്തരം എത്തുന്നവരാണ്. അവർക്ക് ഇവിടെ പ്രതികൂല ഘടകങ്ങളാകുന്നത് എന്തൊക്കെയാണ്? ഈ കുത്തൊഴുക്കാണ് എല്ലാ പ്രാവശ്യവും എല്ലാ നാവികസേനയ്ക്കായാലും ആർക്കായാലും അവിടെ ഇറങ്ങുന്നതിന് വെല്ലുവിളിയായിരിക്കുന്നത്. അവർ ഇറങ്ങുന്നുണ്ട്, ആ കുത്തൊഴുക്കിലും അവിടെ ഇറങ്ങുന്നുണ്ട്. മറ്റെന്തൊക്കെയാണ് അവിടെ അവർ നേരിടുന്ന വെല്ലുവിളി? രേണുക, പ്രധാനമായും ഈ കുത്തൊഴുക്ക് തന്നെയാണ്. അതായത് ശക്തമായ അടിയൊഴുക്ക് എന്ന് കാരണം വടം പൊട്ടി ഒഴുകി പോകേണ്ട അത്രത്തോളം ശക്തമായ കുത്തൊഴുക്ക് ഗംഗാവാലി നദിയിലുണ്ട്. ഒന്നതാണ്. മറ്റൊന്ന് ചെളിയാണ്. കാരണം ഈ മൺകൂന രൂപപ്പെട്ടതിന്റെ അവിടെ നിന്നാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. 4ാമത്തെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് അവിടെ നിന്നാണ്. ഇവിടെയാണ് ഈ ലോറിയുടെ ക്യാബിൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്. ഇവിടെയാണ് ആ പ്രദേശത്ത് ആ ഒരു ഭാഗത്ത് പരിശോധന നടത്തണമെങ്കിൽ ചെളിയാണ്, വലിയ തോതിൽ ചെളിയാണ്. ഇതിൽ ചെളിയിൽ പുതഞ്ഞു പോയ നിലയിലാണ് ഈ ലോറി ഉള്ളത് എന്നാണ് ഇന്ദ്രപാൽ നമ്പ്യാർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഒരു ശ്രമം നടത്തുമ്പോഴാണ് പലപ്പോഴും പരാജയപ്പെടുന്നത്. ഒന്ന് അതാണ്. മറ്റൊന്ന് വെള്ളം, അധികം കലക്ക് വെള്ളമാണ്. അതിൽ ഒന്നും നമുക്ക് താഴേക്കൊന്നും കാണില്ല. എത്ര മുങ്ങിക്കഴിഞ്ഞാൽ പോലും തൊട്ടടുത്തുള്ളത് പോലും കാണാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം, ഒന്നും കാണാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. അത്രത്തോളം കലങ്ങി മറിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഗംഗാവാലി. കാരണം മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രതികൂല ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു രക്ഷാദൗത്യത്തിന് വിലങ്ങുതടിയാവുന്നത്. അത് എന്തായാലും അത്തരം ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. മാറ്റം എന്നാൽ മഴ കുറയേണ്ടതുണ്ട്. മഴ കുറഞ്ഞാൽ അടിയൊഴുക്ക് കുറയും, കലക്കും കുറയും. അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല ഇത് വലിയ വെല്ലുവിളിയാണ്. ഒരുപക്ഷെ ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ലോറിയുടെ ക്യാബിൻ പുറത്തെടുക്കുക എന്നുള്ളതാണ്. അർജുൻ അതിനകത്ത് ഇല്ലെങ്കിൽ പോലും ഇനിയൊരു വലിയ തോതിൽ ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവില്ല. കാരണം ഈ ലോറിക്കകത്ത് സാധാരണ നിലയിൽ ഈ സമയങ്ങളിലെല്ലാം തന്നെ ലോറിക്കകത്ത് വിശ്രമിക്കുന്ന ഒരാളാണ് അർജുൻ എന്നാണ് കേൾക്കുന്നത്. അവരുടെ ബന്ധുക്കളും മറ്റുള്ള അർജുനെ അറിയുന്നവരും സുഹൃത്തുക്കളും എല്ലാം പറയുന്നതാണ്. ഒരുപക്ഷെ AC എല്ലാം ഇട്ട് അതിനകത്ത് വിശ്രമിക്കുന്നതിനിടയിലായിരിക്കണം സംഭവിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയല്ല, കടയിൽ നിന്ന് തൊട്ടടുത്തുള്ള ലക്ഷ്മണന്റെ കടയിൽ നിന്ന് ചായ കുടിച്ചു മടങ്ങുന്നതിനോ ചായ കുടിക്കുന്നതിനിടയിലോ ആണെങ്കിൽ പിന്നെ ആ ലോറിക്കകത്തുണ്ടാകാൻ സാധ്യതയില്ല. മൂന്നാമത്തെ കാര്യം, ഈ ലോറിക്ക് മുകളിലേക്ക് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് പാറയും കൂട്ടങ്ങളും വരുന്ന സമയത്ത് ഇത് തകർന്ന് പുഴയിലേക്ക് കുത്തിയൊലിച്ച് പുഴയിലേക്ക് പോയ സമയത്ത് ഇതിന്റെ ഗ്ലാസ് ക്യാബിനും എല്ലാം തകർന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ നിന്ന് പുറത്തേക്കെങ്ങാനും
അർജുൻ പോയിട്ടുണ്ടാവുമോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. എന്തായാലും ലോറി കിട്ടിയാൽ മാത്രമായിരിക്കും ഇതിൽ കൃത്യമായൊരു നിഗമനത്തിലെങ്കിലും എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ലോറി എത്രയും പെട്ടെന്ന് പൊക്കിയെടുക്കുക എന്നുള്ള ഒരു ദൗത്യം അത് തന്നെയാണ് പ്രധാനമായും നടക്കുന്നത്. അങ്ങനെ അർജുൻ എന്ത് സംഭവിച്ചു, അർജുൻ ലോറിക്കകത്തായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തീരുമാനമാവുകയുള്ളൂ. രേണുക, ദുഃഖകരമായ അവസ്ഥയിലും രക്ഷാദൗത്യം തുടരുന്നു. അതാണ് ഏക ആശ്വാസം. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കരയിൽ കാണാം. അവർ ഈ ഘട്ടത്തിലും അതിന് നേതൃത്വം നൽകുകയാണ്. ആ നദിയിൽ രൂപപ്പെട്ടിട്ടുള്ള മൺകൂനയിൽ അവിടെ തമ്പടിച്ചുകൊണ്ടാണ് ഈ മുങ്ങൽ വിദഗ്ധർ അവർ വാഹനം ഉണ്ട് എന്ന് സിഗ്നൽ ലഭിച്ച 4ാമത് സിഗ്നൽ ലഭിച്ച ഇടത്ത് പരിശോധന നടത്തുന്നത്.